ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തന്റെ കീഴിലേക്ക് പോവാം. യെസ്, ഹെഡ് എടുത്തു. ഭയങ്കര ആവേശത്തിലായിരുന്നു. ആ ആവേശം തുള്ളിച്ചാട്ടം കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. ടോസ് നിനക്ക് പോകുന്നില്ലേ? ഓക്കെ, തണ്ടൽ. തണ്ടൻ. യെസ്, ഇത് നിയോഗമാണ്. സായി പല്ലവി. അതാണ് തണ്ടൽ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഒരു ഡാൻസിന്റെ ഇടയ്ക്കുള്ള സ്റ്റില്ലാണ്. നാഗചൈതന്യാണ് നായകനായിട്ട് എത്തുന്നത്, സായി പല്ലവിയാണ് നായികയായിട്ട് എത്തുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നാഗചൈതന്യ നായകനായിട്ട് വന്നത് അതങ്ങോട്ട് പറ്റിയില്ല. സായി പല്ലവിന്റെ കൂടെ അതങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും സായി പല്ലവി ഉണ്ടല്ലോ. അത് തണ്ടൽ ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറിയാണെന്നുള്ളതാണ്. ലവ് സ്റ്റോറി. ലവ് സ്റ്റോറിയാണ്. പിന്നെ ഇൻസ്പിറേഷൻ ആണ് കേട്ടോ, അല്ലാതെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടല്ല. അങ്ങനെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ 75 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. യെസ്, സിനിമയുടെ ഡയറക്ടർ ചന്തു മൊണ്ടേറ്റി. അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്ന DSP ആണ്. ഇത് സംഭവം ലൊക്കേഷൻ സ്റ്റില്ലല്ല, സോങ്ങിന്റെ ഇടയ്ക്കുള്ള സ്റ്റില്ല. അതെ. ഓക്കെ, അടുത്ത കിഴി സിക്കന്ദർ. സൽമാൻ ഖാൻ നായകനാവുന്ന സിനിമയാണ്. AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയിൽ അഞ്ജനി ധവാൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്യും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമേഴ്സ്. ഓക്കെ 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 AR മുരുകദോസ് നല്ലൊരു ഡയറക്ടർ ആയിരുന്നു ദർബാറിന് മുമ്പ് അല്ലേ. അതിനുശേഷം അടുത്തത് വേറെ ലെവൽ സാധനം പുറത്ത്. അടുത്തത് ഹരിഹര വീരമല്ലു. സിനിമയുടെ പുതിയൊരു സ്റ്റിൽ വന്നിട്ടുണ്ട്, കാണാം. തെലുങ്കിൽ നിന്ന് സ്റ്റിൽസ് മാത്രം ഇറക്കുന്ന പരിപാടിയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അതെ, പുതിയൊരു സ്റ്റില്ലാണ്. ഹരിഹര വീരമല്ലു, പവൻ കല്യാൺ നായകനാവുന്ന സിനിമ. ഓക്കെ, അടുത്ത പേര് ഞാൻ മറന്നുപോയി, അതാണ് ഞാനിങ്ങനെ മിണ്ടാണ്ടിരുന്നത്. ആളുടെ പേരെന്തായിരുന്നു എന്ന് ആലോചിക്കായിരുന്നു. ഓക്കെ, അടുത്ത കിഴി ബോഗൈൻ വില്ല. അമൽ നീരദ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ, പിന്നെ നമ്മുടെ ജ്യോതിർമയി ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. സിനിമയുടെ ഓവർസീസ് പാർട്ട്നേഴ്സ് ഫാർസ് ഫിലിംസ്. ഓക്കെ, ഓവർസീസ് പാർട്ട്നേഴ്സ്. സാധാരണ പാർട്ട്നേഴ്സ് ആയിട്ടല്ലോ, സാധാരണ പാർട്ട്നേഴ്സ് ആയിട്ടല്ലല്ലോ, മൊത്തത്തിൽ അങ്ങ് എടുക്കുകയല്ലായിരുന്നു. അത് കച്ചവടം പല രീതിയിലാണ്. ഓക്കെ, ഇത് മേ ബി ഇത്ര ശതമാനം ഇങ്ങനെ അങ്ങനെയൊക്കെയായിരിക്കും കച്ചവടം. അത് നമുക്ക് പറ്റിയ പണിയല്ല. അടുത്ത് ദേവര. ദേവര സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് 304 CR വേൾഡ് വൈഡ്. മറ്റേ ശ്രീനിവാസൻ ചിരിച്ചോളച്ചിരിക്കേണ്ടി വരും, ഓർത്തോർത്ത് ചിരിക്കേണ്ടി വരും. ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ വിശ്വസിച്ചോ. അത്രേ ഉള്ളൂ പറയാനുള്ളത്. ഓക്കെ, അടുത്ത കിഴി മമ്മൂട്ടി ജിതിൻ കെ ജോസ് മൂവി. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നാഗർകോവിൽ. ഓക്കെ, അപ്പോൾ 5 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ 5 ദിവസത്തെ ഒരു സ്റ്റിൽ വന്നിട്ടുണ്ട്, ലൊക്കേഷൻ സ്റ്റില്ല്. ഇതേ ഓക്കെ, ഫിഫ്ത്ത് ഡേ. ഓക്കെ, അടുത്തത് അല്ലേ, ഈ അമൽ നീരദിന്റെ ഈ പോസ്റ്റേഴ്സൊക്കെ ഫുൾ റെഡ് ആയിരിക്കൂലേ? റെഡും ബ്ലാക്കും. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റെഡും ബ്ലാക്കും, ഡ്രസ്സൊക്കെ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. അത് ഓരോ സിനിമ ചെയ്യുമ്പോൾ മാറ്റങ്ങളില്ലല്ലോ, എല്ലാം തന്നെ. അടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ല, കമൽ ഹാസൻ, സൽമാൻ ഖാൻ, അറ്റ്ലി. സിനിമ ഏകദേശം കൺഫേം ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. 2025 സിനിമയുടെ ഷൂട്ട് തുടങ്ങും എന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം കൺഫേം ആയി. അപ്പം സൽമാൻ ഖാനും കമൽ ഹാസനും ഒരുമിക്കുന്നു. എൻ്റെ അമ്മോ, അറ്റ്ലി നന്നായിട്ട് പണിയാൽ മതിയായിരുന്നു. അതെ. ഓക്കെ, അടുത്ത കിഴി അജയൻ്റെ 2ാം മോഷണം. സിനിമ 100 കോടി ക്ലബിൽ. മലയാളത്തില് ടോവിനോ 100 കോടിയിൽ കയറി അല്ലേ? ഇതിന്റെ മുമ്പ് കയറിയല്ലേ, 2018. ശരിയാണല്ലോ, 2018. പിന്നെ ടോവിനോ സെപ്പറേറ്റ് ഒന്നും പറയാൻ പറ്റൂല, അത് എല്ലാരും കൂട്ടത്തിലുള്ള സിനിമയല്ല. അങ്ങനെയാണെങ്കിൽ ലൂസിഫർ ഒക്കെ കയറിയിട്ടുള്ളതല്ലേ ടോവിനോ. അത് മെയിൻ നായകനായിട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് 100 കോടി ക്ലബിൽ കയറുന്നത് അല്ലേ? ആണ്. എന്തായാലും
ഗംഭീര റെസ്പോൺസ് ആണ് കേട്ടോ. നല്ല നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാം എല്ലാവരും. യെസ്, നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും വന്നിട്ട് അതിന്റെ റിവ്യൂ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയും നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. യെസ്, കണ്ടിട്ടില്ല അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ടൂല്ലേ? ഓക്കെ. ഏർമും കണ്ടു, കിഷ്കിന്തയും കണ്ടു. ഓക്കെ. അടുത്ത് കിങ് SRK IIFAന്റെ അവാർഡ് ചടങ്ങിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമയെക്കുറിച്ച്. നെഗറ്റീവ് റോളുകൾ കാണാൻ, അതായത് എല്ലാവർക്കും താല്പര്യം കൂടുതലാണ്. ജവാനിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ചെറുതായിട്ട് നെഗറ്റീവ് ഷെയ്ഡ്. അതുകൊണ്ട് തന്നെ ഫുള്ളി നെഗറ്റീവ് ആയിട്ടുള്ളൊരു പടം വരുന്നു. ഇത് 2025 ഷൂട്ട് തുടങ്ങും, 2026 റിലീസായിട്ടെത്തും. കിങ് വില്ലനായിട്ടല്ലേ? അത് പൊളിക്കും, ഉറപ്പാണ്. അതിനകത്തൊന്നും ഒരു ഡൗട്ടില്ല. അടുത്ത കിഴി. അല്ല, നമുക്കും വില്ലനിസം കാണാനുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം. നായകന്റെ ഇത് കണ്ടു നമ്മൾ മടുത്തില്ലേ? കാലങ്ങളായിട്ട് വില്ലന്റെ കണ്ടും മടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ നായകൻ ചെയ്ത നായകനായിട്ട് അഭിനയിച്ച ആള് വില്ലനായിട്ട് മാറുന്ന കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ? അത് ഭയങ്കര രസമാണ്. ഓക്കെ, അടുത്ത കിഴി. ബസൂക്ക സിനിമ എന്ന് റിലീസിനെത്തും? ഇതൊരു വലിയ ചോദ്യമാണ്. 2.5 കൊല്ലം എത്ര? ഷൂട്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 വർഷത്തിന് അടുത്തൊക്കെ ആയി. കഴിഞ്ഞിട്ടില്ല, അതാണ്. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, അതാണ്. ഷൂട്ട് തുടങ്ങിയിട്ട്, അങ്ങനെ പറഞ്ഞത് ശരിയാണല്ലോ, മാറിപ്പോയതാ. ഷൂട്ട് തുടങ്ങിയിട്ട് കേട്ടോ. എന്തായാലും ബസൂക്ക സിനിമയുടെ 3 ദിവസത്തെ ഷൂട്ട് ബാക്കിയുണ്ടായിരുന്നു. അതിന്റെ ഷൂട്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2024 സിനിമ റിലീസിനെത്തോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. 24 എത്താൻ ചാൻസ് കുറവാ. ഇല്ല, 25 2024 മമ്മൂട്ടിക്ക് വരുന്ന സിനിമ ഒരൊറ്റ സിനിമയുള്ളൂ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അത് നവംബറിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നവംബർ ലാസ്റ്റോടെ. നവംബർ കേട്ടപ്പോഴത്തേക്കും അവിടെ വൻ ഇത് തുടങ്ങിയിട്ടുണ്ട്. കങ്കുവയും ഇത് ഒരുമിച്ച് ഒരേ ഡേറ്റിലായിരിക്കും റിലീസ്. അങ്ങനെയല്ല, അത്രയ്ക്ക് മണ്ടന്മാരാന്ന് വിചാരിക്കുന്നുണ്ടോ? അടുത്തല്ല, നവംബർ ലാസ്റ്റിലേക്ക് പ്ലാൻ ചെയ്യുന്നു. മേ ബി ഡിസംബറിലേക്കൊക്കെ ആയിരിക്കും. നവംബർ ലാസ്റ്റോട് കൂടിയിട്ട്. ഡിസംബറിലാണെങ്കിലും ഗംഭീരമായിരിക്കും. അടുത്തത് ഖാലിദ് റഹ്മാൻ നെക്സ്റ്റ് മൂവി. സിനിമയുടെ ടൈറ്റിൽ റിവീൽ നാളെ 6 മണിക്ക്. ഓക്കെ. പ്ലാൻ ബി മോഷനാണ്, പക്ഷേ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ സിനിമ. അപ്പോൾ നമ്മുടെ നെസ്ലൻ്റെയും ലുക്മാൻ്റെയും ഇവരൊക്കെ നല്ല ഗണപതിയൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ കിടുകിണ്ണം ഫൈറ്റ് കാണാം. നാളെ പോസ്റ്റർ ആയിരിക്കാനാണ് സാധ്യത. വീഡിയോ ആണെങ്കിൽ നമുക്ക് തകർക്കാം. ഓക്കെ, അടുത്ത കിഴി. ഒഡിയൻ 2. വരും, നോക്കിയിരുന്നു. ഒഡിയൻ 2 വന്നാൽ എങ്ങനെ ഉണ്ടാവും? വേറൊരാൾ സംവിധാനം ചെയ്തു വന്നാൽ ഗംഭീരമായിരിക്കാം. അത് നല്ലൊരു കിടിലൻ ഡയറക്ടർ ഇന്നത്തെ സാഹചര്യത്തിൽ അതേ രീതിയിൽ മോനെ ഈ ARM ജിതിൻ ലാലിനൊക്കെ കൊടുക്കണം അല്ലേ? അങ്ങനത്തെ സാധനമൊക്കെ ടൈപ്പ്. അതിലേ ഇപ്പൊ ARM ഇല്ലേ, മണിയല്ലേ, ഒഡിയൻ ക്യാരക്ടറിന് പറ്റിയത്. അതേ പറഞ്ഞ അങ്ങനത്തെ നമ്മൾ ട്രെയിലറിൽ കണ്ട സ്പീഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്ത് നമുക്ക് കാണുമ്പോ അറിയാലോ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായിരിക്കും. അങ്ങനെ ചെയ്തു വെക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യണം, എന്നാ 1.5 മുതലായിരിക്കും. എന്തായാലും 2-3 ഫാൻ മെയ്ഡ് വർക്ക് വന്നിട്ടുണ്ട് ഒഡിയൻ 2ന്റെ. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ്. പടം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ഈ ഫോട്ടോസ് ഗംഭീരമുണ്ട്. ഏതാ ലുക്കില് ഇങ്ങനെയൊക്കെ ആവണായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ ആ സിനിമ പോയ പോക്കേ ചിന്തിക്കാൻ പറ്റൂല. അമ്മാരി ഹൈപ്പായിരുന്നു. അത്ര ഹൈപ്പുള്ള സിനിമ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനത്തെ ഒരു സിനിമ അത്രയും ഹൈപ്പിൽ വന്നിട്ടില്ല. അത്ര ഹൈപ്പില് ഇനി അങ്ങനെ ഒരു ഹൈപ്പില് വരൂല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തൊരു ഹൈപ്പായിരുന്നു ആ സിനിമക്ക്. അത് എമ്പുരാൻ വരില്ലേ? എമ്പുരാനാണ് എന്നാ പോലും എനിക്ക് തോന്നുന്നില്ല. അതിന്റെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ കുറെ സ്റ്റോറികൾ, തപ്പലും പരിപാടികളും, അങ്ങനെ അത് തപ്പി കഴിയുമ്പോഴാണ് ഈ ഒടിയനെ കുറിച്ച് കേൾക്കുന്നവർ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ. അത് വീട്ടിലുള്ള കാരണന്മാരോട് വരെ ചോദിക്കുമ്പോൾ അവര് വരെ പറഞ്ഞു തരും ഇങ്ങനത്തെ സാധനം. ഇതെല്ലാം കേട്ടുന്നിട്ട് ആ ഒരു ക്യാരക്ടറിനെ കാണാൻ സിനിമ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോ അതങ്ങ് കൊണ്ടുപോയിട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞ പോലെ. പിന്നെ ലാലേട്ടന്റെ ലുക്കും, ലാലേട്ടൻ മീശയൊക്കെ പഠിച്ച് ആ ഒരു ലുക്കിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു സംഭവം തന്നെയായിരുന്നു.
എന്തായാലും ഇനി ലാലേട്ടൻ താടി എടുക്കുന്ന സമയത്ത് ഈ ഒരു ഹൈപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ. മിക്കവാറും അതായത് കുറെ വർഷങ്ങളായിട്ട് ഈ താടി വെച്ചല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊന്ന് മാറി ലുക്കൊന്ന് മാറി വരുമ്പോ ചിലപ്പോ ആ വരുന്ന സിനിമ നല്ല ഹൈപ്പായിരിക്കും. അടുത്തത് അത് നമ്മൾ പ്രതീക്ഷിക്കണോ? അല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മളത് അങ്ങനെ അംഗീകരിക്കാന്നുള്ളൂ. അല്ല, അതൊക്കെയാണ്. അതാ നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു മേക്ക് ഓവറിൽ വരുമ്പോഴൊക്കെ ചിലപ്പോ അത് ഒന്നും കൂടി ഒന്ന് ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറും എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ. എന്താണെങ്കിലും മാർക്കോ സിനിമയുടെ എഡിറ്റർ ഷമീർ മുഹമ്മദ്, നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനം അല്ല നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പല രീതിയിൽ അറിഞ്ഞ ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുണ്ടായിരുന്നു. ഇനി ഇയാള് ആളും കൂടി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ ഇനി അതിനെ കുറിച്ച് എന്താ പറയാ. അതായത് വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വയലൻസ് ആണ് പറഞ്ഞത്. അതായത് ഷമീർ മുഹമ്മദ് കണ്ടിട്ടുള്ള കൊറിയൻ സിനിമകളിലെ ബ്രൂട്ടൽ സീനുകളെക്കാട്ടിലും മാരകമായിട്ടുള്ള സീനുകളാണ്. വയലൻസ് ഉള്ള കൊറിയൻ സിനിമ അല്ലേ, അതിനേക്കാളും ഭീകരമായിട്ടുള്ള വയലൻസ് ആണ് ഈ സിനിമയിൽ എന്നുള്ളതാണ്. അത് ഒരു കേട്ടങ്ങൾ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, കില്ലിന് ശേഷം ഇന്ത്യ കാണാൻ പോണ ഒരു സിനിമയായിരിക്കണം. അല്ലെങ്കിലും എനിക്ക് ഒരുപാട് ലിസ്റ്റൊന്നുമില്ല. അത് ഈ കാത്തിരിക്കുന്ന മലയാള സിനിമകളിൽ അതിൽ പക്ഷേ ഒന്നാമത് ഈ മാർക്കോ കിടക്കുന്നുണ്ട്. ഞാനും വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് മാർക്കോ. പക്ഷെ ഈ വയലൻസ് സഹിക്കാൻ പറ്റാത്തവർ ഞാൻ കണ്ണടച്ചിരിക്കും. പിന്നെന്തിനാ നീ വെയിറ്റ് ചെയ്യുന്നത്? ബാക്കി സിനിമ കാണാലോ. ഇതൊക്കെ വെറും തള്ളും പറച്ചിലും മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ വിചാരിക്കും ഈ വയലൻസ് കാണുമ്പോളേ ഭയങ്കര ഇൻട്രസ്റ്റിൽ കാണാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. പക്ഷെ കില്ല് കണ്ടതിന്റെ അവസ്ഥ തന്നെ ദൈവത്തിന് മാത്രം അറിയാം. അതാ ഇവൻ പോയി കണ്ടു, ഞാൻ മൊബൈലിൽ കാണുമ്പോൾ പോലും അടിച്ചുവിടലായിരുന്നു. കണ്ടു നിൽക്കാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സിനിമ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇവര് വിചാരിക്കുന്നു കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ് മാറി. അത്ര വെയിറ്റിംഗ് ഒന്നും അല്ല, കാണണം. പക്ഷെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസ് അത് ഇടയ്ക്ക് മിന്നിപ്പോ. എന്തായാലും കിടി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ.